അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പറയടീലിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഞാനും അമ്മയും ബിന്ദുവൊക്കെയും കൂടെ ദേവി വരാൻ സമയപ്പം വരിക്കോലത്ത് ജംഗ്ഷനിലോട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവി വന്നു. ആ സമയത്ത് ആകാശ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ദേവി നമ്മുടെ ജംഗ്ഷനിലോട്ട് വരും കേട്ടോ. പിന്നെ കിച്ചുമായിക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തണുപ്പ് ഒരുപാട് പറ്റാത്തതുകൊണ്ട് തുമ്പിയും കിച്ചുമായും കൂടെ വീട്ടിലോട്ട് പോയി. കിച്ചുമായിക്ക് കൂട്ടായിട്ട് തുമ്പിയും പോയി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ദേവീനെ ഇരുത്തേണ്ട സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. പിന്നെ പൂമൂടലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിനെ പഞ്ചവാദ്യമേളം അങ്ങനെയല്ലേ പറയുന്നത്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ആളുകളെല്ലാം നിൽക്കുന്നത് ഈ പൂമൂടൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സമയം എനിക്ക് തോന്നുന്നു 2:30 സമയമാണെന്ന് തോന്നുന്നു. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 3:30 3:45 സമയമൊക്കെ ആയി കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം കുമരഞ്ചിറ അമ്പലത്തിലെ പറയെന്ന് പറയുമ്പം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പറയാണ്. അപ്പം നമ്മൾ 1-2 കരകളിലൊക്കെ പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ പറയായിരിക്കുമല്ലോ ആദ്യമേ എടുക്കുന്നത്. അതുകൊണ്ട് തുടങ്ങി ഒരു 3-4 ദിവസത്തോളം നമ്മുടെ ഏരിയയിലെല്ലാം ഭയങ്കര പരിപാടിയായിരിക്കും. 3-4 അല്ല, എനിക്ക് തോന്നുന്നു 5-6 ദിവസത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഏരിയയിലെല്ലാം ഭയങ്കര പരിപാടിയായിരിക്കും കേട്ടോ. അങ്ങനെ പൂമൂടലും പൂജയും ഒക്കെ കഴിഞ്ഞു. എനിക്കാണെങ്കിൽ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ കൂടെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ പ്രമുഖന്മാരാണെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ ചേട്ടന്മാരാണ്. പിന്നെ ദേവി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി അടുത്ത വർഷം ദേവി വരുന്നവരെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.